കാലിൽ പിച്ചളത്തോരണം, കയ്യിലും കഴുത്തിലും പണ്ടങ്ങൾ, കയ്യിൽ പള്ളിവാളും പിടിച്ച് ഉറഞ്ഞു തുള്ളുന്ന കരിങ്കാളി. ഇത് ഉത്സവത്തിന് വ്രതമെടുത്തു വരുന്ന കരിങ്കാളിയല്ല, റോബോട്ട് കരിങ്കാളിയാണ്. ഏതാണ്ട് ഒരു 1.5 മാസം എടുത്ത് ചെയ്തൊരു വർക്കാണ്. നമ്മൾ സ്പോഞ്ച്, പ്ലേറ്റുകൾ, തുണി, കുറച്ച് പാഴ്വസ്തുക്കളൊക്കെ ചെയ്ത ഉള്ളിൽ വെൽഡിംഗ് ഫ്രെയിമൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തൊരു വർക്കാണ്. ചലിക്കുന്ന രൂപം നമ്മൾ ഗിയർ മോട്ടർ, വൈപ്പർ മോട്ടർ അതൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഒരു പരീക്ഷണ മോഡൽ ചെയ്തതാണ്. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കരിങ്കാളിയെ ഉണ്ടാക്കിയത് രഞ്ജിഷാണ്. വള്ളുവനാട്ടിലെ ഉത്സവങ്ങളിൽ സ്ഥിരം സാന്നിധ്യമാണിപ്പോൾ ഈ റോബോട്ട് കരിങ്കാളി. ബാറ്ററിയിലാണ് കരിങ്കാളി ചലിക്കുന്നത്. മേളത്തിനൊപ്പം തല ഉയർത്തിയുള്ള കരിങ്കാളിയുടെ ഒരു ആട്ടവുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. പാലക്കാട് നിന്ന് ഗോകുലുണ്ട്. ഗോകുലെ, റോബോട്ടിക് ആനകളുടെ വരവിങ്ങനെ അല്ലേ നമ്മൾ പതുക്കെ പൂരപ്പറമ്പുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് റോബോട്ടിക് കരിങ്കാലിയുടെ വരവ്. ഇതാവുമ്പോൾ പിന്നെ അങ്ങ് വച്ച് പോയാൽ മതി അല്ലേ? ഒരു അഴകായി, കുട്ടികൾക്കൊക്കെ കണ്ടിരിക്കാൻ ഒരു രസമായി. അപ്പോൾ കാര്യമായിട്ട് ബുക്കിംഗ് ഉണ്ടോ ഉത്സവ സീസണിൽ? ഈ രഞ്ജീഷ് പറയുന്നത് ആ വള്ളുവനാടൻ മേഖലയിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഉത്സവങ്ങൾക്കൊക്കെ ഈ കരിങ്കാളി ഇപ്പോൾ പല സ്ഥലത്തും വിളിക്കുന്നുണ്ടെന്നാണ്. ഇപ്പോൾ ഒരു ഉത്സവപ്പറമ്പിൽ നിന്ന് തന്നെയാണ് ആ ദൃശ്യങ്ങളും നമുക്ക് പകർത്തിയത്. അപ്പോൾ അത്ര വലിയ വള്ളുവനാടൻ മേഖലയിലൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ അത് കൂടുതലായി ആളുകൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾക്കും എല്ലാവർക്കും ഒരു കൗതുകമാണ്. കാരണം നമ്മൾ ഈ റോബോട്ട് ആനകളൊക്കെ നമ്മൾ കുറച്ച് നാളായി കാണുന്നു, വളരെയധികം നമുക്ക് അതിൻ്റെ കൗതുകമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കരിങ്കാളിയും, ഇത് സാധാരണ ആചാരത്തിൻ്റെ ഭാഗമായി വരുന്ന കരിങ്കാളിയല്ല, മറിച്ചൊരു പ്രദർശനത്തിന് വളരെ വളരെ രസം തന്നെ. ആളുകൾക്കൊക്കെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ താലം വരിക എന്ന് പറയുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അതായത് ഉത്സവത്തിന് വിവിധ ദേശങ്ങളിൽ നിന്ന് താലമായിട്ട് വരും. അപ്പോഴൊക്കെ ഇങ്ങനെ കരിങ്കാളികളൊക്കെ വരുമ്പോൾ, ഇതുപോലെ റോബോട്ട് കരിങ്കാളിയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കാണാൻ വരുന്നവർക്ക് ഭയങ്കര കൗതുകമായിരിക്കുമല്ലോ. കാരണം എവിടെയും കാണാത്തൊരു കാഴ്ചയാണ്. അത് മാത്രമല്ല, രഞ്ജിച്ച് ഇത് ഉണ്ടാക്കിയത് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചാണെന്ന് കൂടി ആലോചിക്കണം. അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുകയില്ല ഏതെങ്കിലും തരത്തിലുള്ള പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു കരിങ്കാളിയാണെന്ന് തോന്നില്ല. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കരിങ്കാളി, അത് ചൂട് വയ്ക്കുന്നു, അല്ലെങ്കിൽ അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം കൗതുകം തോന്നും. ഇത് ഈ ഉത്സവങ്ങൾക്കൊക്കെ, ഓരോ ഉത്സവങ്ങൾക്ക് നമുക്ക് പലപ്പോഴും പുതിയ പുതിയ അനുഭവങ്ങളാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരു പുത്തൻ അനുഭവം കൂടിയാണ്, ഒരു രസമാണ് കാണാൻ. ഇത് അല്ലാതെ ഇത്തരത്തിൽ വ്രതമെടുത്ത് വരുന്ന കരിങ്കാളികളൊക്കെ ഉണ്ട്, അത് ആചാരത്തിൻ്റെ ഭാഗമായൊക്കെ തന്നെ വരുന്നത്. പക്ഷേ ഇത് നമുക്ക് വളരെയധികം കൗതുകം തോന്നുന്ന ഒരു കാര്യമാണ്, വളരെയധികം രസം തോന്നുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ തന്നെ ഉത്സവങ്ങൾക്കൊക്കെ ഒരു പുത്തൻ അനുഭവം ഇതിലൂടെ ഉണ്ടാക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഏറ്റവും വളരെ രസമുള്ള കാര്യം. മാത്രമല്ല, കരിങ്കാളിയല്ലേ എന്ന പാട്ടൊക്കെ ഇട്ട് അല്ലേ ഉത്സവങ്ങൾ, ആഘോഷങ്ങളൊക്കെ കൊഴിപ്പിക്കാൻ അങ്ങനെ റോബോട്ടിക് കരിങ്കാളിയും റെഡി. ശരി ഗോകുലെ, കാണാം.